الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തോളും. നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെ കുറിച്ചാണ് ഏതാനും ഖുതുബകളിൽ മുമ്പ് പറഞ്ഞു വന്നിരുന്നത്. കഴിഞ്ഞ ഖുതുബയിലെ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. സ്വാഭാവികമായും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം മക്കളോടുള്ള ബാധ്യതകളാണ്. ഒരാള് ജന്മം നൽകിയത് കൊണ്ട് മാത്രം ഇസ്ലാം പറയുന്ന വലിയ വാപ്പയാവില്ല. പ്രസവിച്ചത് കൊണ്ട് മാത്രം ഇത്രയും വലിയ മഹത്വത്തിനുടമയായ ഉമ്മയാവില്ല. പകരം ആ മക്കളെ ശരിയായ രൂപത്തിൽ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ, നല്ല മക്കളാക്കി വളർത്തിയെടുത്താൽ മാത്രമേ ആ പിതാവിന്റെ മഹത്വത്തിലേക്കും ഉമ്മയുടെ മഹത്വത്തിലേക്കും നമ്മൾ ഉയരുകയുള്ളൂ. മഹത്വത്തിലേക്ക് ഉയർന്നു എന്ന് മാത്രമല്ല, നാളെ റബ്ബിന്റെ മുമ്പിൽ അതിഗൗരവപൂർവ്വം കണക്ക് പറയേണ്ട ഒരു വിഷയം നമ്മുടെ മക്കളുടെ കാര്യത്തിലായിരുന്നു. മക്കളെ വളർത്തേണ്ടതും മക്കളെ പോറ്റി വളർത്തേണ്ടതും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതും അവരെ ദീനുള്ളവരാക്കി വളർത്തേണ്ടതും അവരെ നല്ല നിലക്ക് നയിക്കേണ്ടതിന്റെയും ഒക്കെ പ്രഥമ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. അത് വളരെ കൃത്യമായ ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചു. കുല്ലു മൗലൂദിൻ യൂലിദു അലൽ ഫിത്ർ വഅബവാഹു യുഹബ്ബിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. എല്ലാ മക്കളും ജന്മം കൊള്ളുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. നല്ല മക്കളായിട്ടാണ് എല്ലാ കുട്ടികളും വളരുന്നത്. അവരെ മജൂസിയാക്കുന്നതും യഹൂദരാക്കുന്നതും നസാറയാക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ അവരുടെ മാതാപിതാക്കളാണ്. നമ്മുടെ മക്കൾ ദീനുള്ള മക്കളാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് മാതാപിതാക്കൾക്കാണ്. അപ്പൊ മക്കളെ ശരിയായ രൂപത്തിൽ വളർത്താനുള്ള ബാധ്യത നമുക്കുണ്ട്.
കാരണം മറ്റാരേക്കാളും മക്കളുമായി ഏറ്റവും അടുത്തിടപെടുന്നത് മാതാപിതാക്കളാണ്. നമ്മുടെ മക്കൾ നമ്മെ കണ്ടുകൊണ്ടാണ് വളരുന്നത്. മക്കൾ മാതാപിതാക്കളെയാണ് ഏറ്റവും ആദ്യം അനുകരിക്കുന്നത്. മാതാപിതാക്കളെയാണ് അവർ ശരിക്കും അനുകരിക്കുന്നത്. മാതാപിതാക്കൾ നല്ല മനുഷ്യരാണെങ്കിൽ ആ നന്മ മക്കളിൽ ഒരു പരിധി വരെ ഉണ്ടാകും. മാതാപിതാക്കൾ നല്ലവരാണെന്ന് മക്കളുടെ മുമ്പിൽ തെളിയേണ്ടതുണ്ട്. ഇപ്പൊ മാതാപിതാക്കൾ കൃത്യമായി നമസ്കരിക്കുകയും നമസ്കാരത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുകയും നമസ്കാരത്തിൽ ചിട്ട വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് ഏറ്റവും ആദ്യം ശക്തമായി നിരീക്ഷിക്കുക നമ്മുടെ മക്കളായിരിക്കും. ഒരുപക്ഷെ കുട്ടിക്കാലത്ത് അവരെ നമസ്കരിക്കാൻ മടിയൊക്കെ കാണിച്ചാലും അവരുടെ മനസ്സിൽ അവരുടെ ഉപ്പയും ഉമ്മയും നമസ്കാരത്തോട് കാണിച്ച കണിശത അവരുടെ ഹൃദയത്തിലുണ്ടാവും. അത് പിന്നീട് അവരെ നമസ്കാരം നിർവഹിക്കുന്നവരാക്കി മാറ്റും എന്ന കാര്യത്തോട് സംശയമില്ല. അതേസമയം നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന മാതാപിതാക്കളാണോ മക്കൾ തീരെ നമസ്കരിക്കാത്തവരായി മാറും. മക്കൾ മാതാപിതാക്കളുടെ നന്മകളൊക്കെ ഒരു പരിധി വരെ മക്കൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ മാതാപിതാക്കളുടെ തിന്മകൾ വളരെ ശക്തമായി അവർ സ്വീകരിക്കും. ഇപ്പൊ മക്കളെ വ്യത്യാസം വരാനുള്ള കാരണം ഈ മാതാപിതാക്കൾ മുഖ്യ ഘടകമാണ്. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളുകളിൽ കുട്ടികളൊക്കെ ഒരേ ടീച്ചർ ഒരേപോലെയാണ് കുട്ടികളെ പഠിപ്പിക്കാറ്. പക്ഷെ കുട്ടികളൊക്കെ പല രീതിയിൽ വളരാൻ കാരണം അതിൽ മുഖ്യ ഘടകം മാതാപിതാക്കളാണ്. അതിൽ ഉമ്മ മദ്രസ, കുട്ടിയുടെ പ്രഥമ വിദ്യാലയം ഉമ്മയാണ്. കുട്ടികളെ സംസ്കാരം പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. സ്കൂളുകളിലും മദ്രസകളിലൊക്കെ ചില വസ്തുതകളാണ് പഠിപ്പിക്കുക. ഉദാഹരണത്തിന് നമസ്കരിക്കാൻ ഒരു പക്ഷേ മദ്രസയിൽ പഠിപ്പിച്ചു എങ്ങനെ നമസ്കരിക്കാൻ. പക്ഷെ നമസ്കരിക്കണമെന്ന കൃത്യതയും ചിട്ടയും ഉണ്ടാക്കിയെടുക്കേണ്ടത് മാതാപിതാക്കളാണ്. നുണ പറയരുത് എന്ന് മദ്രസയിലും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നുണ പറയാത്ത കുട്ടിയാക്കി വളർത്തിയെടുക്കുക എന്നത് മാതാപിതാക്കളുടെ പണിയാണ്. അത് കുട്ടികൾക്ക് ചിലപ്പോഴെങ്കിലും ബോധ്യപ്പെടുന്നു. എന്ത് നഷ്ടം വന്നാലും ശരി നുണ പറയില്ല എന്ന് ബോധ്യപ്പെടുന്നു. ഒരിക്കലും ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് ഒരു സ്ത്രീയുടെ അടുത്തുള്ളപ്പോൾ അവരുടെ കുട്ടിയൊക്കെ ഉണ്ട്. നബി അവരുടെ അടുത്താണ്. എന്തോ ഒരു സാധനം കുട്ടിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ഇതാ മോനെ എന്ന് പറഞ്ഞ് കുട്ടിയെ നീട്ടി വിളിച്ചു. എന്നാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആട്ടി വിളിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സ്ത്രീയോട് ചോദിച്ചു, ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ തരാന്ന് പറഞ്ഞ് കുട്ടിയെ വിളിക്കുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ എന്താ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്? ഞാനൊരു കാരൊക്കെ എന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ്, ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങളൊന്നും കൊടുക്കാതെ വന്നിരിക്കുക തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവനെ പറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ വ്യക്തമായ ഒരു നുണ പറഞ്ഞിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു. അഥവാ കുട്ടികളെ ഇന്നെ തരാന്ന് പറഞ്ഞ് കുട്ടികളെ അവർക്ക് കുട്ടികളെ എന്റെ മോനല്ലേ പറ്റിക്കാൻ ചെയ്തു. പക്ഷെ കുട്ടി അവിടെ ആളുകളെ പറ്റിക്കാമെന്നും നുണ പറയാമെന്നുമുള്ള പാഠം പഠിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചു. ഇതിൽ ഏറ്റവും പ്രധാന ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കുട്ടികളെ നന്നായി സ്നേഹിക്കുക എന്നതാണ് പ്രധാനം. സ്നേഹം എന്നത് മനസ്സിലുണ്ടായ പോലെ പ്രകടമായിരിക്കണം. വളരെ പ്രകടമായി മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മക്കൾക്ക് തോന്നണം. അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ സ്നേഹ പ്രകടനങ്ങളൊക്കെ മാതാപിതാക്കൾ വീട്ടിനകത്ത് നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അലി റളിയല്ലാഹുവിന്റെ പുത്രൻ പ്രവാചകന്റെ പേരക്കുട്ടി ഫാത്തിമ റളിയല്ലാഹുവിന്റെ കുട്ടി ഹസൻ റളിയല്ലാഹുവിനെ വല്ലാതെ മുത്തം കൊടുക്കുകയും കൊഞ്ചിക്കുകയും ഡാളിക്കുകയും ചെയ്യുന്നത് ഒരു സഹാബി, അദ്ദേഹം ആറാബിയാണ്, ഒരു ബന്ധുവാണ്. അങ്ങനെ അതിൽ ഇസ്ലാമിലേക്ക് വന്നാണ്. അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. ഒരു കുട്ടിയെ ഇങ്ങനെ താലോലിക്കുന്നു, പ്രവാചകന്റെ പേരക്കുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നു, വളർന്നതിനെ കൊഞ്ചുന്നു, ഇതൊക്കെ. പക്ഷെ അദ്ദേഹം വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ഈ ബന്ധു കാണുന്നത്. കാരണം അവരങ്ങനെ ചെയ്യാറില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ
വന്ന് അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ ചുംബിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നോ? ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രസിദ്ധമായ വചനമുണ്ടായത്, മല്ലാ യർഹം ലം യുർഹം. ആര് കരുണ കാണിക്കുന്നില്ലയോ അവന് കരുണ ലഭിക്കുകയില്ല. കാരണം റസൂൽ അവരെ പഠിപ്പിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളെ. റസൂലും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു വലിയ ചരിത്രം തന്നെയുണ്ട് ഒരുപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വലിയ ആളാണെങ്കിലും മക്കളോട് കാണിച്ചിരുന്ന ഒരു സ്നേഹം, ആ സ്വന്തം മക്കളോട് മാത്രമല്ല ചെറിയ കുട്ടികളോടൊക്കെ കാണിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചെടുത്തത്, സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ തന്റെ ദീന് പഠിപ്പിച്ചത് 3-4 കുട്ടികൾക്കാണ്. വലിയ സഹാബാക്കളെ പോലും അത്ര പഠിച്ചിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ കുറച്ച് അബ്ദുള്ളമാരെയാണ് നബി പഠിപ്പിച്ചെടുത്തത്. അത് വലിയൊരു പഠനശാഖയാണ്. 3-4 അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ഇങ്ങനെ അബ്ദുല്ലാഹിന്റെ പേരൊക്കെ. ഇവർ വളരെ ചെറിയ കുട്ടികളാണ്, 10, 12, 13 വയസ്സുള്ള കുട്ടികളാണ്. ഇവരെയാണ് ദീനുൽ ഇസ്ലാം നബി പഠിപ്പിച്ചത്. ഇവരിലൂടെയാണ് പിന്നീട് ഇസ്ലാം ദീൻ എന്താണെന്ന് ലോകം പഠിച്ചത്. കുറച്ച് കഴിഞ്ഞാൽ ഇവര് താബികളും താബികളൊക്കെ അവരൊക്കെ ജീവിക്കുന്ന കാലത്ത് ജീവിച്ച ആളുകളാണ്, വലിയ കുട്ടികളല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പിന്നെ അവരൊക്കെ വലിയ പ്രായമാകുമ്പോഴൊക്കെ ഇസ്ലാമിക സൊസൈറ്റി വിജ്ഞാനം എന്താണെന്നും ദീൻ എന്താണെന്നും ഈ കുട്ടികൾ പഠിച്ചത്. പക്ഷേ റസൂല് എന്ത് പൊന്നുമോനെ കുട്ടികളെ നടത്താനാണ് റസൂൽ അവരെ ഓരോന്നും പഠിപ്പിച്ചെടുത്തത്. ആ കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലാൻ, റസൂലിന്റെ അടുത്തിരുന്ന് പഠിക്കാൻ. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത്, എന്നോട് നബി ചേതും കൂടി പറയാറില്ല. നബിയുടെ ഹാദിമായിരുന്നു, സേവനം ചെയ്തിരുന്ന കുട്ടിയാണ്. പക്ഷെ ഒരിക്കൽ പോലും നേരിട്ട് ചേർന്ന് പോലും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ കൃത്യമായി കുഞ്ഞുങ്ങളെ ആ അർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ വലിയ വാപ്പാരൊക്കെ പിന്നെ ഓന് എന്ന മട്ടിൽ കുട്ടികളെ നിസ്സാരമായിരിക്കും. അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദീനിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദീബിന് ഹാത്തിം വന്നു. മസ്ജിദ് നബവിയിൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളൊന്ന് പഠിക്കണം. അത് പറഞ്ഞു, ആയിക്കോട്ടെ. അദ്ദേഹം പള്ളിയുടെ ഒരു മുലയിലിരിക്കും. ആളുകൾ നബിയോട് കാണിക്കുന്ന സ്നേഹാദരവും ബഹുമാനമൊക്കെ കണ്ടപ്പോ അദ്ദേഹം മനസ്സിലെഴുതി, ഈ മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു രാജാവാണല്ലേ, എന്താ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹവും ആദരവും. അപ്പൊ അദ്ദേഹം ഒരു മലിക്കാണെന്ന് മനസ്സിലെഴുതി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് ഈ രാജാവിന് മാടി പിടിക്കുക. ഒരു ചെറിയ പെൺകുട്ടി പള്ളിയുടെ പുറത്ത് വന്നിട്ട് മാടി പിടിക്കുക. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അദീബിന് ഹാത്തിം പറയാണ്, പെൺകുട്ടി ചെറുതാണ്, റസൂൽ വലിയ ആളല്ലേ. പക്ഷെ പെൺകുട്ടിയുടെ പൊക്കം എത്രയാണോ അപ്പൊക്കത്തിൽ നബി കുനിഞ്ഞി കുട്ടിയോട് വർത്താനം എന്താ പറയുമ്പോൾ നന്ദിങ്ങനൊക്കെയല്ല, കുട്ടിയുടെ പൊക്കം എത്രയാണോ ആ പൊക്കത്തിലേക്ക് ഇങ്ങോട്ട് കുനിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് കുട്ടിക്ക് പറയാനുള്ളതൊക്കെ ഇരുന്ന് കേട്ട് അങ്ങനെ ആ കുട്ടിയെ ആശ്വസിപ്പിച്ച് അവളോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു വിട്ടു. അദീബിന് ഹാത്തിം നേരത്തെ മലിക്കാണ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചത് വെട്ടി ഇതാകുന്നു പ്രവാചകൻ എന്ന അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. കാരണം അങ്ങനെയാണ് കുട്ടികളോട് അദ്ദേഹം ചെയ്തിരുന്ന സമീപനം. ഒരു യുദ്ധത്തിൽ വാപ്പയെ അന്വേഷിച്ചു വരുന്ന കുട്ടിയുടെ ചരിത്രം നമ്മുടെ ഹൃദയപ്പെടുത്താണ്. എന്റെ ഉപ്പാനെ കണ്ടോ എന്ന് ചോദിക്കണം കുട്ടി. പക്ഷെ ആരും യുദ്ധം കഴിഞ്ഞ് വരുന്നവരൊന്നും മറുപടി പറയുന്നില്ല. കുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്റെ ഉപ്പാനെ കണ്ടോ, ഉപ്പ യുദ്ധത്തിന് പോയതാ, മടങ്ങി വരുന്ന കാണില്ലല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് മോനെ നിന്റെ ഉപ്പ. ആ ഉപ്പ ഷഹീദായി, അതുകൊണ്ടാണ്. പിന്നീട് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആ കുട്ടികളെ വളരെ ചേർത്ത് തന്റെ കുഞ്ഞിനെ പോലെ പ്രവാചകൻ സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. ഇത് മാത്രമല്ല, പല ഘട്ടങ്ങളിലും അത് കാണാൻ സാധിക്കുന്നതാണ്. ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരക്കമില്ലാത്ത കുഞ്ഞുമക്കളാണ് അദ്ദേഹത്തിന്. അപ്പോഴാണ് അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരാളമായി ഒഴുകിയ ഒരു ഘട്ടമായിരുന്നു ജാഫറിന്റെ മരണം, ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ ചെറിയ കുട്ടികളെ, മുഴുവൻ കുട്ടികളെ ചേർത്ത് പിടിച്ച് ആ പ്രവാചകൻ അവരുടെ പ്രവാചകന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകിയ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നത് കാണാൻ കഴിയും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അത് വലിയ മക്കളായാലും സ്നേഹിക്കണം,
ചില ആൾക്കാർ കുഞ്ഞുങ്ങളൊക്കെ ആലോചിക്കും, പക്ഷെ കുട്ടികൾക്കിലായിട്ട് വലുതായ പിന്നെ സ്നേഹമില്ല. സ്നേഹമുണ്ട്, പ്രകടനമില്ല. സ്നേഹപ്രകടനം ഉണ്ടാകുന്നു. അത് ആരാധനകളെ പോലും വഴിമാറി നിന്നു എന്നുള്ളതാണ് എന്റെ ചരിത്രം. ഇതൊന്നും ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ കുട്ടികളെ. പണ്ടൊക്കെ ഒരു വലിയ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കരിക്കാൻ വേണ്ടി സുജൂദിൽ പോയ ഘട്ടത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരക്കുട്ടികൾ തൊട്ടടുത്തല്ല വീട്. അവിടുന്ന് ഇങ്ങനെ വന്ന് റസൂൽ നിസ്കരിക്കുമ്പോ റസൂൽ സുജൂദിലേക്ക് പോയ സമയത്ത് റസൂലിന്റെ പുറത്താക്കി കയറി കുത്തിയിരുന്നു. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യാം. പിന്നെ അമ്മാനെ വിളിച്ചിട്ട് ആ കുട്ടികളെ ഫാത്തിമ അള്ളാനെ വിളിച്ചിരുന്നാൽ ചീത്ത പറയും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, പല പ്രശ്നം ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ആ കുട്ടികൾ സുജൂദിൽ പോയി കുട്ടികൾ തലപ്പുറത്ത് ആന കളിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ റസൂൽ ആ സുജൂദിൽ തന്നെ കിടന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സുജൂദ് നീണ്ടിട്ട് അവസാനം സഹാബാക്കൾ തലപൊക്കി നോക്കാൻ തുടങ്ങി. തലപൊക്കി നോക്കുമ്പോൾ റസൂൽ സുജൂദിൽ തന്നെ. സുജൂദ് വളരെ നീണ്ടുപോയി എന്നാ പറയുന്നത്. അവസാനം കുട്ടികൾ ഇറങ്ങിപ്പോയപ്പോൾ റസൂൽ സാധാരണ ഗതിയിൽ വന്ന് ഏതൊക്കെ സംസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരത്തിൽ വല്ല മാറ്റവും വന്നോ? ഞാൻ തഹിയ്യാത്തും ദുആയൊക്കെ കൂടി സുജൂദിലേക്ക് വന്നോ എന്നുള്ള മട്ടിലാണ് ചോദിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എന്റെ പേരക്കുട്ടികളെ എന്റെ പുറത്ത് കയറി ആന കളിച്ചതാണ്. എന്നാൽ കുട്ടികളൊന്ന് മാറ്റി നിസ്കരിച്ചോ? ഇല്ല. ആ കുട്ടികളെ പ്രയാസപ്പെടുത്താതെ റസൂൽ സുജൂദ് നീട്ടി. ഇതൊരു ചരിത്രല്ലേ, ഇതൊരു പടലേ. അപ്പൊ നമ്മൾ മക്കളെ സ്നേഹിക്കണം. രണ്ടാമത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. എന്താ വിദ്യാഭ്യാസം നമ്മൾ ആദ്യം തീരുമാനിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളെ കേവല ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നനായ വ്യക്തിയായി മാറാനുള്ള വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നമ്മളിപ്പോ കൊടുക്കുന്നത് കേവല ഭൗതിക വിദ്യാഭ്യാസമാണ്. കത്തി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ കത്തി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നില്ല. പലതും ഉണ്ടാക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവ ഉപയോഗിക്കേണ്ട മര്യാദകളെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ആ വിദ്യാഭ്യാസത്തിന്റെ തകരാറ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. എന്താ ഇപ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എവിടെ എത്തുന്ന വിഷയങ്ങളുടെ ഗൗരവം. ഞാൻ നാളെ പറഞ്ഞ പോലെ ഇപ്പൊ എന്തായി, മക്കളൊക്കെ നന്നായി പഠിക്കുന്നവരൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ലണ്ടനിലേക്ക്, ആസ്ട്രേലിയയിലേക്ക്, കാനഡയിലേക്ക്, മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്കൊക്കെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുകയാണ്. പോണ്ട മോനെ എന്ന് പറയുമ്പോഴേക്കും മോൻ പോയി വിസ എടുത്തിട്ടാണ് ഉമ്മാരോട് പലരോട് പറഞ്ഞു, ഞാൻ വിസ കിട്ടിട്ട് പോവുകയാണ്. മിക്കവാറും ആളുകളൊക്കെ അവിടെയാണ് പഠനം. നമ്മുടെ കുട്ടികൾ എന്താണ് അവിടുത്തെ പഠനത്തിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല, നന്നായി പഠിക്കാനൊക്കെ പറ്റുണ്ടാവും. ചിലപ്പോൾ അവർക്ക് അവരെ കരിയർ ഉയർത്താനൊക്കെ പറ്റിയേക്കാം, അല്ലാഹു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ കുട്ടികൾ ജീവിക്കുന്ന പരിസരത്ത് നമ്മളൊന്നുമില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, മുത്താപ്പല്ല, എളാപ്പല്ല, ആരില്ല. അവർ സ്വതന്ത്രരാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാളുടെ മകനെ മദ്യപിച്ചിട്ട് പൊന്നാനി അങ്ങാടി കൂടെ നടക്കാൻ പറ്റില്ല. മദ്യപിക്കാത്ത വീട്ടിലെ സംസ്കാരമുള്ള കുട്ടികളെ വീട്ടിലെ കുട്ടിക്ക് കഴിയില്ല. കാരണം അതെല്ലാവരും അറിയും. എന്റെ ഒരു മോനും എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചിട്ട് അവിടെ അങ്ങാടിയിലൂടെ നടക്കാൻ കഴിയില്ല. ആൾക്കാർക്കൊക്കെ അറിയാം എന്റെ മോനാണ്. അവരൊക്കെ അവനെ നോക്കും, അവർക്കും അറിയാം, അവനെ നിരീക്ഷിക്കാനുള്ള നാട്ടുകാരുണ്ട്. ഇത് രണ്ടാം പട്ടണത്തിൽ ഏത് മുത്താപ്പ, ഏത് അടാപ്പ, ഏത് നാട്ടുകാർ, ഏത് പള്ളി പ്രസിഡന്റ്, ഏത് മാറ്റി കത്തീവ്, ഏത് നാട്ടുകാരും ഒന്നുമില്ലല്ലോ. അവനൊറ്റക്ക് അവനെ പിന്നെ കൂടാൻ വരുന്നത് പാശ്ചാത്യ സംസ്കാരവും ലിബറലിസവും. അവന്റെ പിന്നാലെ കൂടുന്നത് മുഴുവൻ പിശാചുക്കളുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നത് പറയാൻ പറ്റില്ല സഹോദരന്മാരെ. അവിടുന്ന് എത്താണ്ട ട്രെയിനിൽ പോലും നമുക്ക് യാത്ര ചെയ്യാൻ വയ്യ. ട്രെയിനിൽ കയറുമ്പോഴേക്കും അവിടുന്ന് ഇവിടുന്ന് ഇവന്റെ കൂടെ കുറെ പെൺകുട്ടികളോ ആൺകുട്ടികളോ, പിന്നെ ട്രെയിനിൽ തല ഉയർത്തി നോക്കാൻ പറ്റാത്ത വ്യക്തിയിൽ വൃത്തികേടുകൾ ട്രെയിനിൽ തന്നെ നടക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസം പോകുന്നതെങ്കിൽ നമ്മുടെ കുടുംബം വളരെ തകരാറിലാണ്. പല റിപ്പോർട്ടുകൾ ഇപ്പൊ ഈ അടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞോന്നറിയില്ല, എന്നാലും പറയാം. ഈ ലണ്ടനിൽ പഠിക്കുന്ന ഒരു പയ്യനെ എനിക്ക് വിളിച്ചിരുന്നു. അവനറിയേണ്ടത് ക്രിസ്ത്യൻ പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നീ എന്താ പറഞ്ഞു ചോദിക്കാൻ കാരണം നമുക്ക് ആദ്യം അവന്റെ പെങ്ങളെ വിളിച്ചിട്ട് അതുവഴിയാണ് എന്നെ വിളിച്ചിരുന്നത്. അല്ല, എനിക്കൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണം, ക്രിസ്ത്യൻ പെൺകുട്ടിനെ. അവളിവിടെ തന്നെയാണ്, ഇവിടെ ലണ്ടനിൽ. ഈ ലണ്ടനിലാണ്. നിങ്ങൾ എത്ര കാലമായി പരിചയപ്പെട്ടിട്ട്? എനിക്ക് 2 വർഷം. അപ്പൊ അവിടെ ലണ്ടനിൽ എവിടെയാണ്? അല്ല, ഞങ്ങൾ രണ്ടാളും ഒരു റൂമിൽ തന്നെയാണ് 2 കൊല്ലമായിട്ട്. 2 കൊല്ലമായിട്ട് ഒരു റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കാരണം എന്നിട്ട് അവൻ ഒരു കാര്യം പഠിപ്പിച്ചു, ലണ്ടനിലൊക്കെ റൂമിൽ ഭയങ്കര റെന്റാ, ഭയങ്കര വാടക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും 1 കൊല്ലമായിട്ട് ഒരു റൂമിൽ തന്നെ, ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കല്യാണം കഴിക്കാതെ. ഇത് സമാനമായ ഉദാഹരണങ്ങളാണ് ഒക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞ മക്കളെ ലണ്ടനിലേക്ക് അയക്കണ്ട,
കാനഡയ്ക്ക് അയക്കേണ്ട, ഓസ്ട്രേലിയക്ക് അയക്കേണ്ട എന്നല്ല, അയക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. അയച്ചില്ലെങ്കിലും മക്കൾ പോവുകയും ചെയ്യും. പക്ഷെ പോകുന്ന മോനെ ദീനുണ്ടാകണം, അസ്മാനപ്പേടിണ്ടാകണം, പഠിച്ചവരപ്പേടിണ്ടാകണം, സംസ്കാരം ഉണ്ടാകണം, ജീവിത വിശുദ്ധി ഉണ്ടാകണം. അത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചെടുക്കണം. മദ്രസയിലൊന്നും അധികം പഠിച്ചാൽ കിട്ടൂല. എന്താ അവിടെ പഠിക്കാൻ പറ്റുക? മദ്രസയിൽ എന്താ പഠിപ്പിക്കാൻ പറ്റുക? ഓത പഠിപ്പിക്കുക, അതിനെ കുച്ചിരിപ്പിക്കും. അതേസമയം പല കാര്യങ്ങളും അവരെ പഠിപ്പിക്കാൻ ചെറുപ്രായത്തിന് നമ്മൾ തന്നെ മദ്രസ 7ാം ക്ലാസ് ഇട്ട് പഠിക്കും, 6ാം ക്ലാസ് ഇട്ട് പഠിക്കും. മദ്രസ പഠിത്തം നിർത്തില്ലേ? 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇസ്ലാമിന്റെ ശരീഅത്തിൽ നിയമങ്ങൾ എന്താ അറിയാൻ? 11 വയസ്സ് 12 വയസ്സ് ജനാബത്ത് കൂടി എന്താണെന്ന് അറിയില്ല, ഹൈദ് നിഫാസ് എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഇനി നിരീശ്വരത്വം എന്താണ്, ഭൗതികത എന്താണെന്ന് അറിയില്ല. അവർ വലുതാകുമ്പോഴാണ് അവർക്ക് ഓരോ സിദ്ധാന്തങ്ങൾ കടന്നു വരുന്നത്. സൂക്ഷിക്കണം, നല്ല സൂക്ഷിക്കണം. മക്കളെ ദീനിയായി വളർത്തുക എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അല്ലാഹു തആല നമ്മളെ ചോദിക്കില്ല, തുൽഹിക്കും അംവാലിക്കും വല ഔലാദുക്കും ദിക്രില്ല. അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അത് മാറുവൽ പരൂല സീറത്തുൽ ഹയാത്തുൽ ദുനിയ, അതൊക്കെ ദൈഹിക ജീവിതത്തിന്റെ അലങ്കാരം. അല്ലാഹു ഖുർആനിൽ ഉണ്ടെന്നുള്ള സമ്പത്തിന്റെ കൂടെ ചേർത്തിട്ടാണ് മക്കളെ കാര്യം പറഞ്ഞിരിക്കുന്നത്. മക്കളെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ അതൊരു വലിയ മുതലാണ്. നല്ല മക്കൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. അത് കിട്ടിയാൽ നല്ല നിലക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ഫലവത്താണ്, ഉപയോഗിച്ചത് തെറ്റായിട്ടാണെങ്കിലോ വലിയ ഷർറായിരിക്കും. ഇന്നമാ അംവാലിക്കും വലാ ഔലാദുക്കും ഫിത്ന, അതൊരു പരീക്ഷണമാണ്. ഈ സമ്പത്ത് സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അതേസമയം നമുക്ക് മക്കളുണ്ടായി, മക്കൾ വേണം. ചില ആളുകൾക്ക് മക്കളില്ലാത്ത പ്രയാസം നമ്മൾ കേൾക്കാറില്ലേ? എന്തൊരു പ്രയാസമാണ് അവർക്ക് വിഷമം. ആ മക്കളെ ഉണ്ടാക്കി അള്ളാഹു ചിലർക്ക് കൊടുക്കണില്ല, ചിലർക്ക് കൊടുക്കും. കിട്ടാത്തവർ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ കിട്ടിയ മക്കളെ പിന്നെ നമ്മളായി പരിമിതപ്പെടുത്താതിരിക്കുക, മക്കൾ ഉണ്ടാകുന്നത് ഐശ്വര്യമായി കാണുക. ആ മക്കളെ ഓരോ ചലനങ്ങളും ശ്രദ്ധാപൂർവ്വം വളർത്തിയെടുക്കുക, വളരെ ശ്രദ്ധാപൂർവ്വം വളർത്തിയെടുക്കണം. അത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവരെ ദീന് പഠിപ്പിക്കണം, അവരെ ഉമ്മ ദീന് പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ആള് ഒരു കുട്ടീനെ കുറിച്ച് അപരാധി ബോധിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു, എന്റെ മോൻ മഹാൻ സന്നദ്ധനാ, ഓൻ തീരെ പറഞ്ഞാൽ കേൾക്കൂല, അങ്ങനെയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കുട്ടീനോട് ചോദിച്ചു, കുട്ടിയോട് എന്താ നീ ഉപ്പാൻ അനുസരിക്കാത്ത പിടിക്കാത്ത ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, അതവിടെ കേട്ടെ, ഉപ്പാക്ക് എന്നോടുള്ള ബാധ്യത എന്താണെന്ന് ചോദിച്ചു. ഉപ്പാക്ക് എന്നോട് കുറെ ബാധ്യത ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടൊരു ചോദിക്കും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല ഉമ്മാനെ തരിക, നല്ല ഉമ്മാനെ തരിക, നല്ല പേരിട്ട് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, ദീൻ പഠിപ്പിക്കുക, അതൊക്കെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ കുട്ടി പറഞ്ഞു, ഇതൊന്നും എന്റെ വാപ്പ ചെയ്തിട്ടില്ല, ഇതൊന്നും എന്റെ വാപ്പ ചെയ്തിട്ടില്ല. ഒന്നാമത് നല്ല ഉമ്മാനെ തന്നില്ല, അതൊരു വിഷയമാണ്. നല്ല ഉമ്മാനെ തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുന്ന പെണ്ണ് ദീനുള്ള പെണ്ണാണെങ്കിൽ ദീനുള്ള മക്കളുണ്ടാവുള്ളൂ. ദീനുള്ള മക്കൾ ഉണ്ടാകണമെങ്കിൽ കല്യാണം കഴിക്കുന്ന പെണ്ണി നമ്മുടെ ഭാര്യ ദീനുള്ള ഭാര്യയായിരിക്കണം. അത് വെറും പണവും സമ്പത്തും മാത്രം നോക്കിയിട്ട് പെണ്ണിട്ടിയാൽ ദീനില്ലാത്ത മക്കളുണ്ടാവും. അതുകൊണ്ട് മക്കൾക്ക് ആദ്യം കൊടുക്കേണ്ടത് ദീനുള്ള ഉമ്മാനെ കൊടുക്കലാണ്. ദീനുള്ള ഉമ്മാനെ കൊടുക്കണം. ദീനുള്ള ഉമ്മാനെ കൊടുത്താൽ ദീനുള്ള മക്കളെ വളർത്തേണ്ടി വരും. നല്ല പേരിട്ട് കൊടുക്കണം, അവരെ ദീന് പഠിപ്പിക്കണം, സംസ്കാരം പഠിപ്പിക്കണം, വീട്ടിനകത്ത് ദീനുണ്ടാകണം. അങ്ങനെ ദീനുണ്ടാകുമ്പോ മക്കൾ ദീന് പഠിക്കും. അവര് നമസ്കാരത്തിൽ അവരുടെ ഓരോ ദീനി കാര്യത്തിൽ ശ്രദ്ധിക്കണം, നല്ല സ്നേഹത്തോടെ പെരുമാറണം. അവിടെ തമാശകൾ ഉണ്ടാകണം, രസങ്ങൾ ഉണ്ടാകണം, വിനോദങ്ങൾ ഉണ്ടാകണം, ഒപ്പം ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉണ്ടാകണം. ഇതൊരു വലിയ ടാസ്കാണ്. കുറെ കാശ് അവിടെ ഇവിടെ കച്ചവടം ചെയ്തിട്ട് പാടുപെട്ട് കാശുണ്ടാക്കൽ മാത്രമല്ല ജീവിതത്തിലെ ടാസ്ക്. ചില ആൾക്കാർ അങ്ങനെ നേരം കൊടുക്കുമ്പോൾ തന്നെ പണിക്കാർക്കും ജോലിക്കാർക്കും കച്ചവടത്തിനും രാത്രി വരെ കച്ചവടം കാശ് ഇങ്ങനെ എന്തിനാതി എന്നിട്ട് മക്കളെ കാണാൻ നേരമില്ല. ചില ആൾക്കാർ വീട്ടിലേക്ക് വരുമ്പോ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും, രാത്രിയാ കയറി വരും. അപ്പൊ മക്കൾ ഉറങ്ങിയിട്ടാവും. മക്കൾ ഉറന്നു വരുമ്പോഴേക്കും മുമ്പ് കച്ചവടത്തിന് പോയിട്ടാവും. അവസാനം പോലെ കല്യാണത്തിനോ വരുന്നൊക്കെ വാങ്ങുന്ന ഒരു സാധനം പോലെ വാപ്പ. ഇതെങ്ങനെ വാപ്പാനവര് പരിഗണിക്കും? മക്കളായിട്ട് സമയം കൂടുതൽ ചെലവഴിക്കണം, മക്കളായിട്ട് ഇടപെടണം. അവർ വലിയവരായാൽ പോലും അവരുടെ ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധാപൂർവ്വം ഇടപെട്ട് അവരെ ദീന് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ മക്കൾ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് ഫലവത്താണ്. ആ മക്കളല്ലേ നമുക്ക് ഉപകാരപ്പെടാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചു. നമ്മൾ മരിച്ചാൽ നമ്മൾ അമലൊക്കെ അവസാനിച്ചു. പിന്നെ നിസ്കാരത്തിന്റെ മുമ്പിൽ ചെറുക്കാത്തില്ല, അമലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വരില്ല. അതേസമയം നമ്മുടെ അക്കൗണ്ടിലേക്ക് പിന്നെയും ഫലം വരുന്ന ഒരു ചിലതുണ്ട്. അതിലൊന്ന് റസൂൽ പറഞ്ഞ വലതിൻ സ്വാലിഹിന്റെ തോന്നലും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെ കിട്ടലാണ്. നമ്മൾ മരിച്ചുപോയി, നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കബറിലാണ്, കബറിന്റെ ഇരുട്ടിലാണ്. ആ കബറിന്റെ ഇരുട്ടിൽ ഇങ്ങനെ കഴിയുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരികയാണ്. ഇങ്ങനെ നമ്മളെ മക്കളുടെ ദീനിയായ പ്രവർത്തനം കണ്ടിട്ട്
കാരണം ആ മക്കളെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. മക്കൾ നിസ്കരിക്കാൻ കാരണം വാപ്പയുടെ നിസ്കാരം കണ്ടിട്ടാണ്. മക്കൾ നുണ പറയാതിരിക്കാൻ കാരണം വാപ്പ പറഞ്ഞ സത്യസന്ധതയാണ്. മക്കൾ നല്ല പെരുമാറ്റത്തിലോ അള്ളാഹനെ പേടിച്ചു ജീവിക്കാൻ കാരണം വാപ്പയും ഉമ്മയും പഠിപ്പിച്ച ദീനിന്റെ സംസ്കാരത്തിലാണ്. അതിന്റെ ഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞത്, നല്ല മക്കൾ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് ഇനി കരുണ ചെയ്യണമേ എന്ന് ദുആ ചെയ്ത മക്കളുണ്ടല്ലോ, അങ്ങനത്തെ മക്കളെ കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. റസൂലൊക്കെ പറഞ്ഞു, നിന്റെ ഖബറിൽ കഴിയുന്ന ആളുകൾ അല്ലാഹു അംഗവസ്ത്രം അണിയിക്കുകയും കിരീടം അണിയിക്കുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. അത്ര കർമ്മിക്കിടക്കുന്ന ആൾക്കാർ. അതിന് കാരണം പിന്നീട് ചോദിക്കാത്ത മലക്കളോട് എന്താ ഞങ്ങളിങ്ങനെ പ്രത്യേകം ആദരിക്കാൻ? അപ്പൊ പറയും, നിന്റെ മക്കൾ ദുനിയാവിലിരുന്ന് ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണ്. ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണ്. നമ്മൾ ചില കേവല ഭൗതിക വിദ്യാഭ്യാസം കിട്ടിയിട്ട് എന്ത് ഫലം? അതെന്നെ ഉപയോഗിക്കണമെങ്കിൽ ദീന് പഠിക്കണ്ടേ? ദീന് പഠിച്ചാൽ തീരെ പഠിക്കാതെ, ദീനിനെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കാതെ നമ്മൾ കേവല ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. ഞാനൊരു കാര്യം പറയും, നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ ഒപ്പം ഏത് അറ്റം വരെ ദീനി വിദ്യാഭ്യാസം കൂടി കൊടുത്തൊക്കെ അത് അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരു ദോഷവും വരുത്തൂല. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ എന്താ IAS ഒക്കെ പഠിച്ചോണ്ട് ഒപ്പം അവരെ ഗുണം പഠിപ്പിച്ചോക്കെ. ഞാൻ പറഞ്ഞു, ബുദ്ധിപരമായ കഴിവ് വർദ്ധിക്കുള്ളൂ. നമ്മളെ കുട്ടികളെ പഠിക്കും, പാലത്തിന് നമ്മൾ പഠിപ്പിക്കും, കുറച്ച് മദ്യപാനം ലഹരിമരുന്ന്, പിള്ളേരും ലഹരിമരുന്നിന് അഡിക്റ്റഡാണ്. 12 വയസ്സ്. ഇപ്പൊ 1980-കളിലൊക്കെ മദ്യപാനം തുടങ്ങുന്ന പ്രായമായി പറഞ്ഞിരുന്നത് 18 വയസ്സാണ്. ഇപ്പൊ പിന്നീട് അത് പിന്നെ കുറഞ്ഞു ഇപ്പൊ 9 വയസ്സാണ് കണക്കാക്കി. 9 വയസ്സ്. 9ാമത്തെ വയസ്സിൽ പോലും കുട്ടികൾ മദ്യപാനത്തിന് ലഹരിമരുന്നിന് അഡിക്റ്റ് ആവേണ്ടതാ പറയുന്നത്. അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഈ ക്രിസ്തുമസിലൊക്കെ എത്ര അരികുട്ടികളും കുടിക്കാനല്ലേ? 10 കോടി രൂപക്കാണ് ക്രിസ്മസിന് മദ്യപിച്ചത്. ഈ കുട്ടികളല്ലേ ലഹരി മരുന്നിന് അടിമറ്റാകുന്നത്? അതല്ലേ അവിടെ MBBS-ലൊക്കെ പഠിക്കുന്ന പിള്ളേർ ലഹരിക്കോ അതിനോ അടിമറ്റായിട്ടും ഒക്കെ സപ്ലി ആരും പഠിക്കാതെ പോകല്ലേ? തീരുള്ള കുട്ടിയാണ് MBBS-ൽ പഠിക്കുന്നത്, നല്ല മാർക്കിൽ വളരും, നല്ല ഡോക്ടറാവും. തീരുള്ള പയ്യനാണ് എഞ്ചിനീയർ പഠിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, അവരെ ബുദ്ധി വർദ്ധിക്കും, അവർ വികസിക്കും, വളരും, ഉയരും, ഒരു നഷ്ടവും വരില്ല കേട്ടോ. നമ്മളെ വിചാരം എന്താ? കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാഴ്ച ഒരു മാർക്ക് പറയും. നമ്മളെ വിചാരം പൊട്ടത്തരം. 10ാം ക്ലാസ്സിലാണെങ്കിലും ശരി, MBBS പൈലറ്റിലാണെങ്കിലും ശരി, ഏത് ഡിഗ്രിക്ക് പഠിക്കുകയാണെങ്കിലും ശരി, അതിന്റെ ഒപ്പത്തിൽ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഒക്കെ സമയം കണ്ടാൽ അത് അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പോലും നേട്ടമാണ്. അതുകൊണ്ട് ഒപ്പം നമ്മൾ പഠിപ്പിച്ചെടുക്കുക, ദീൻ അതിന്റെ ഒപ്പം പഠിപ്പിക്കുക. അതല്ലാതെ ഇന്നത്തെ മക്കളെ ദീനിയായി വളർത്തിയെടുക്കാമെന്ന് വിചാരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാം അടുത്തിടപെടണം, അവരുടെ സഹോദരബന്ധം സ്ഥാപിക്കണം. ആ വലിയ വാപ്പത്തരൊന്നും ഇനി പുതിയ കാലത്തൊന്നും നടക്കൂല. വാപ്പാനെങ്ങനെ പേടിച്ചറിഞ്ഞിട്ട് മക്കളപ്പുറത്ത് പോയിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന രീതിയൊന്നും ശരിയല്ല. പകരം വാപ്പയാണ് അവരുടെ ഏറ്റവും സുഹൃത്താവേണ്ടത്, ഏറ്റവും അടുത്താവേണ്ടത്. ഉമ്മയാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാവേണ്ടത്. അങ്ങനെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മക്കളൊക്കെ നമ്മളെ നിർത്തിപ്പൊരിക്കും. നമുക്ക് വാർദ്ധക്യം വരികയും നമുക്ക് അവസരമാവുകയും ചെയ്യുമ്പോൾ അവരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരും. അതില്ലാതിരിക്കണമെങ്കിൽ ഈ മക്കളും ഉമ്മയും പാപ്പയും ഒക്കെ തമ്മിലുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമായ നല്ല രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു അശ്രദ്ധയും ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ എടുത്തു പറഞ്ഞില്ല, പുൽഹിക്കും എന്നുള്ള വാക്കിനെ ഉപയോഗിച്ച് നിങ്ങൾ അശ്രദ്ധരാകാതിരിക്കണം. അശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകരുത്. വളരെ ജാഗ്രത വെച്ച് പുലർത്തണം. നമ്മുടെയൊക്കെ എത്ര 1 മോനോ 2 മോനോ 5 മോനോ എല്ലാവരെയും അതിൻ്റെതായ തലത്തിൽ അവർക്ക് തീരു കൊടുത്ത് അവർ ഇസ്ലാമിക സംസ്കാരത്തിൽ വളർത്തും. നമ്മുടെ ഉമ്മ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചാൽ മക്കൾ പിന്നെ ഒരു വസ്ത്രം ധരിക്കൂലാതെ തോന്നിയ പോലെയൊക്കെ അവർ നടക്കുക. നമ്മുടെ മക്കളെ നന്നാക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടി നമ്മൾ ദീനിയായി ജീവിക്കാൻ കൂടുതൽ ബാധ്യസ്ഥരാണ്. നമ്മുടെ ദീനി ജീവിതം അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടല്ല, കാരണം ഞാൻ വലിയ ഭക്തരാണ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം കുട്ടികളോട് കൂടി പറഞ്ഞാൽ ഒരു ദോഷവും വരില്ല. നാട്ടുകാരോട് പറഞ്ഞാൽ കൂലി മുഴുവൻ പോകും. അതേസമയം നമ്മുടെ മക്കളെ മുമ്പിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം ഒക്കെ മക്കൾ കണ്ടോണ്ടേ.
ഇങ്ങനെയൊക്കെ ഉണ്ട് കുട്ടികൾ മനസ്സിലാക്കണം, വളരണം, പഠിക്കണം. അപ്പൊ നല്ല ലക്ഷ്യബോധത്തിൽ ഓരോരുത്തരും ഞാനടക്കം നിങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ മക്കളെ ദീനിയായ ഘടനയിലാക്കി തീർക്കാനുള്ള ശ്രമം നടത്തണം. അത് സംസ്കാരമായിട്ട് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ അടുത്ത തലമുറ രക്ഷപ്പെടും. ഇപ്പോൾ പുതിയത് മുസ്ലിം സൊസൈറ്റിയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ഈ ചെറുപ്പക്കാരുടെ വളർച്ച വളരെ അപകടകരമായി. അവർ തോന്നിയ പോലെ ഇപ്പൊ ഞാൻ ആലോചിച്ചു, മലപ്പുറം ജില്ലയിൽ കൂടെ ഈ ക്രിസ്തുമസിന്റെ നാളുകൾ സഞ്ചരിച്ചപ്പോൾ ഇതൊക്കെ പോലെ ക്രിസ്ത്യാനികൾ 99% ജീവിക്കുന്ന ജില്ലയാണ് തോന്നിപ്പോയി. കോട്ടയത്തും കാക്കടെ അതേപോലെ വേറെ ജില്ലകളിൽ പോയപ്പോൾ പോലുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്തുമസ് ആഘോഷം ആരെ കാട്ടിക്കൊടുക്കാൻ നമ്മുടെ പിള്ളേർ ക്രിസ്തുമസ് ആഘോഷിച്ചു, ക്രിസ്തു ആയിട്ടും കരോളായിട്ടും അതായിട്ടും പാട്ടായിട്ടും ആ പെരുന്നാളിന് 10 ആഘോഷമില്ല, ക്രിസ്തുമസ് ആഘോഷം ഗംഭീരം. കാരണം ഒരാളും നയിക്കാനില്ലാത്തവര് എന്തിന്റെയൊക്കെയോ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. അത് മാറി നമ്മുടെ കുട്ടികളെ ദീനിന്റെ ഘടനയിൽ സംസ്കാരത്തിൽ വളർത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു പടി കടന്നു പറയുന്നു, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ കൂട്ടുകെട്ടിലൂടെ നമ്മൾ തെറ്റിപ്പോകുന്നത് അവരെ ദീനിയായ കൂട്ടുകെട്ടുകളിലും സംവിധാനങ്ങളിലും ചേർക്കാനും ഉൾക്കൊള്ളിക്കാനും അതിലൂടെ വളർത്തിയെടുക്കാനും ഇസ്ലാമിക സംവിധാനങ്ങളുമായി നമ്മൾ ചെറുപ്പക്കാരെ ബന്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് ദീനി സംവിധാനങ്ങളിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ ദീനി സംവിധാനങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട് മക്കളൊക്കെ ദീനി സംവിധാനത്തിൽ ഇസ്ലാമിക ദീനി പ്രവർത്തനങ്ങളിൽ നിരതരായി എന്നതാണ് ഇസ്ലാമിക സംവിധാനം വഴി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. അതാണ് നമുക്കുള്ള മക്കളാ ദീന്റെ ഘടനയിൽ എങ്ങനെ വളർന്നു എന്നുള്ളൊരു നേട്ടമാണ്. ആ നേട്ടം നമുക്ക് കിട്ടണം. അത് കിട്ടിയാൽ അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.